പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം ഇന്ന് പകലിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. വിശുദ്ധ സഭായോഗ മധ്യേ കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. അപ്പോൾ തന്നെ യൂട്യൂബിലൂടെ, ഗ്രേസ് ചർച്ച് പറവൂരിലൂടെ ദൈവത്തിൻ്റെ വചനം ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പല പ്രിയപ്പെട്ടവരും നമ്മുടെ സഭായോഗ ശുശ്രൂഷകളെ കണ്ടും കേട്ടും അനേകരെ വിളിക്കുവാനും അനേകർ ആലയത്തിലേക്ക് കടന്നു വരുവാനും ഒക്കെ വളരെ താല്പര്യം പ്രകടിപ്പിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നമുക്കുള്ളത്. വളരെ ദൂരക്കൂടുതലിൻ്റെ ഒരു പ്രശ്നമുള്ളത് കൊണ്ടാണ് പലർക്കും ഇവിടെ എത്തിച്ചേരാൻ കഴിയാതെ പോയത്. എങ്കിലും വരും ദിവസങ്ങളിൽ ദൈവം ഇത്തരത്തിൽ ഈ സുവിശേഷത്തിലൂടെ അനേകരെ കൂട്ടിച്ചേർക്കുവാൻ സ്വർഗത്തിലെ ദൈവം നമുക്ക് ഒരു വലിയൊരു ഓപ്പർച്യൂണിറ്റി, വലിയൊരു അവസരം നമുക്ക് നൽകിയത് ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. ഇന്ന് പകലിൽ ദൈവവചന ചിന്തയുടെ ആധാരമായി ഇന്ന് നമ്മൾ വായിച്ച തിരുവചന ഭാഗം വിശുദ്ധ അപ്പോസ്തലനായ പൗലോസ് ഗലാത്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 1 മുതൽ 24 വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ വായിച്ചത്. നമുക്കത് അല്പമായി ചിന്തിച്ചിട്ട് തുടർന്ന് ചില വിഷയങ്ങളെ നമുക്ക് ചിന്തിക്കേണ്ടതുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ന് ചിന്തിക്കാൻ പോകുന്ന വിഷയം യേശു ക്രിസ്തുവിലൂടെയുള്ള രക്ഷ. മറ്റൊരു തരത്തിലും ഇന്ന് രക്ഷയില്ല. അപ്പോൾ തന്നെ യേശു ക്രിസ്തുവിലൂടെ ഏതെല്ലാം തരത്തിലാണ് രക്ഷ വന്നിട്ടുള്ളത്, ഇന്ന് എങ്ങനെയാണ് യേശു ക്രിസ്തുവിലൂടെ രക്ഷ വരുന്നത്? അപ്പോൾ നമ്മുടെ ചിന്താവിഷയം എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിലൂടെയുള്ള രക്ഷ, അതിൻ്റെ വിവിധ തലങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുവാനിടയായിത്തീരും. പ്രൈസ് ദി ലോർഡ്. അത് വളരെ ശ്രദ്ധയോടുകൂടി നമുക്ക് ആയിരിക്കുമ്പോൾ തന്നെ വായിച്ച തിരുവചന ഭാഗത്ത് നമുക്കറിയാം, നമ്മൾ പഠിപ്പിക്കുന്നത് റൈറ്റ് ഡിവിഷനാണ്. കർത്താവിൻ്റെ വചനത്തെ യഥാർത്ഥമായി വിഭജിച്ചാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. റൈറ്റ്ലി ഡിവൈഡ് ദ വേർഡ് ഓഫ് ട്രൂത്ത്. അതിനെ വിഭജിച്ച് എന്തിനു വേണ്ടി ദൈവം പറഞ്ഞിരിക്കുന്നു, എന്ത് ഉദ്ദേശത്തോടുകൂടി പറഞ്ഞിരിക്കുന്നു, എന്താണ് അതിൻ്റെ ഉദ്ദേശശുദ്ധി, ഇതെല്ലാം കൃത്യമായി വിഭജിച്ച് പഠിച്ചാൽ മാത്രമാണ് നമുക്ക് നമ്മെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഇഷ്ടവും കർത്താവായ യേശു ക്രിസ്തുവിലൂടെ രക്ഷയും ഏറ്റെടുക്കുവാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ കൃത്യമായി ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, മനുഷ്യരിൽ നിന്നല്ല, മനുഷ്യനാലുമല്ല, യേശു ക്രിസ്തുവിനാലും അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച പിതാവായ ദൈവത്താലും അത്രേ അപ്പോസ്തലനായ പൗലോസും. അപ്പോൾ ഇദ്ദേഹത്തിന് അപ്പോസ്തലത്വം കിട്ടിയത് എവിടെന്നാ? ഏതെങ്കിലും ബൈബിൾ കോളേജിൽ പോയി പഠിച്ചപ്പോൾ കിട്ടിയ സർട്ടിഫിക്കറ്റും കൊണ്ടല്ല പൗലോസ് ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. സ്വർഗത്തിലെ ദൈവം കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശീകരണത്തിന് ശേഷം കർത്താവായ യേശു ക്രിസ്തു സ്വർഗത്തിൽ ചെന്നു. സ്വർഗത്തിൽ ചെന്നതിന് ശേഷം സ്വർഗത്തിൽ നിന്നും ഒരു നിയമനം കൊടുക്കുകയാണ് പൗലോസ് എന്ന് പറയുന്ന അപ്പോസ്തലന്. അതുകൊണ്ട് പൗലോസ് പറയുകയാണ്, പിതാവായ ദൈവത്തിൽ നിന്നും പുത്രനായ ക്രിസ്തുവിൽ നിന്നുമാണ് തനിക്ക് അപ്പോസ്തലത്വം ലഭിച്ചത്. അതിൻ്റെ അപ്പുറത്തേക്ക് നമുക്ക് ആരപ്പോസ്തലത്വം തന്നാലും അതിനൊരു വിലയുമില്ല. പക്ഷേ ദൈവമാണ് പൗലോസിന് അപ്പോസ്തലത്വം കൊടുത്തിരിക്കുന്നത് എന്നാണ് പൗലോസ് പറയുന്നത്. അപ്പോൾ തന്നെ പൗലോസിന്റെ വാക്കുകൾ വളരെ വിലയോടുകൂടി തന്നെ, അത് പറഞ്ഞാൽ ദൈവത്തിന്റെ വചനമായിട്ട് തന്നെ എന്ത് ചെയ്യണം, നമ്മൾ ഏറ്റെടുക്കേണ്ടത് ആവശ്യമാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ താഴേക്ക് വായിക്കുകയാണ് 3-ാമത്തെ വാക്യം. പിതാവായ ദൈവത്തിങ്കിൽ നിന്നും നമ്മുടെ ദൈവവും പിതാവുമായവന്റെ ഇഷ്ടപ്രകാരം ഇപ്പോഴത്തെ ദുഷ്ടലോകത്തിൽ നിന്ന് നമ്മെ വിടുവിക്കേണ്ടതിന് നമ്മളുടെ പാപങ്ങൾ നിമിത്തം തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തവനായി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിങ്കിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. അവൻ എന്നേക്കും മഹത്വം. ആമേൻ. പൗലോസ് പറയുകയാണ്, ഇപ്പോഴുള്ള ഈ ദുഷ്ടലോകത്തിൽ നിന്നും നമ്മെ വിടുവിക്കുവാൻ നമ്മളുടെ പാപങ്ങൾ നിമിത്തം തന്നെത്താൻ യേശു ക്രിസ്തു ഏൽപ്പിച്ചു കൊടുത്തു. എന്ന് പറഞ്ഞാൽ കർത്താവ് ക്രൂശിക്കപ്പെട്ടത് ഈ ദുഷ്ടലോകത്തിൽ നിന്നും നമ്മെ വിടുവിക്കുവാനാണ്. അതും നമ്മുടെ പാപങ്ങൾ നിമിത്തമാണ് കർത്താവിനെ ഏൽപ്പിച്ചു കൊടുത്തത്, കർത്താവ് ക്രൂശിക്കപ്പെട്ടത് എന്നുള്ളതാണ് പൗലോസ് പറയുന്നത്. താഴേക്ക് വായിക്കുകയാണ്, എന്നാൽ ദൈവത്തിൽ നിന്ന് ലഭിച്ച അപ്പോസ്തലത്വം ലഭിച്ച അപ്പോസ്തലനായ പൗലോസ് നമ്മളെ വിടുവിക്കുവാൻ, ഈ ലോകത്തിന്റെ ദുഷ്ടതയിൽ നിന്ന് വിടുവിക്കുവാൻ, ദൈവമക്കളാക്കി തീർക്കുവാൻ ദൈവം ചെയ്തു വെച്ച ആ രക്ഷണ്യ പദ്ധതി പറഞ്ഞു കൊടുത്ത് വിശ്വാസത്തിലേക്ക് വന്ന ഗലാത്യ സഭയ്ക്ക് പിന്നീട് ചെറിയ അബദ്ധങ്ങൾ പറ്റുവാനിടയായി തീർന്നു. നമ്മുടെ ദൈവസഭയ്ക്കും ഇങ്ങനെയുള്ള അബദ്ധങ്ങൾ പറ്റാതിരിക്കുവാൻ ഇന്നത് സവിസ്തരം നമുക്ക് അല്പമായി ഒന്ന് ചിന്തിച്ചിട്ട് നമ്മുടെ വിഷയത്തിലേക്ക് കടന്നു വരേണ്ടതുണ്ട്. ഇവിടെ 6-ാം വാക്യത്തിൽ പറയുകയാണ്, ക്രിസ്തുവിന്റെ കൃപയാൽ നിങ്ങളെ വിളിച്ചവനെ വിട്ട് നിങ്ങൾ ഇത്ര വേഗത്തിൽ വേറൊരു സുവിശേഷത്തിലേക്ക് മറഞ്ഞിരിക്കുന്നത് കൊണ്ട് ഞാൻ ആശ്ചര്യപ്പെടുന്നു. പൗലോസ് അത്ഭുതപ്പെടുകയാണ്, ഇത്ര വേഗം
താൻ അറിയിച്ച സുവിശേഷത്തിൽ നിന്നും വ്യത്യസ്തമായ ഒരു കാര്യം കേട്ടപ്പോൾ അങ്ങോട്ടേക്ക് ഓടി മാറിപ്പോയത് പൗലോസിനെ പോലും ആശ്ചര്യപ്പെടുത്തുകയാണ്. താഴേക്ക് പറയുകയാണ്, അത് വേറൊരു സുവിശേഷം എന്നല്ല, ചിലർ നിങ്ങളെ കലക്കി ക്രിസ്തുവിന്റെ സുവിശേഷം മറച്ചു കളയുവാൻ ഇച്ഛിക്കുന്നു എന്നത്രേ. POC ബൈബിളിൽ പറയുന്നത് ഇങ്ങനെയാണ്, മറ്റൊരു സുവിശേഷം ഇല്ല. ഇവിടെ പറയുന്നു, അത് സുവിശേഷം എന്നല്ല, നിങ്ങളെ കലക്കി മറിച്ച് ക്രിസ്തുവിന്റെ ഈ ഏകാഗ്രതയോട് കൂടെ ഇരിക്കുന്ന ഈ ജനത്തെ തെറ്റിച്ച് കളയുവാൻ വേണ്ടി, നിങ്ങളെ കലക്കി കളയുവാൻ വേണ്ടിയാണ് അത് പറയുന്നത്. അത് സുവിശേഷമേ അല്ല എന്നാണ് പൗലോസ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിന്റെ കൃപയിലേക്ക്, കൃപയുടെ സുവിശേഷം പറഞ്ഞു കൊടുത്ത് വിശ്വാസത്തിലേക്ക് വന്ന ജനം പെട്ടെന്ന് മറ്റെന്തൊക്കെയോ കേട്ട് കഴിഞ്ഞപ്പോൾ കാറ്റിനാൽ ആടി ഉലഞ്ഞ് മറ്റൊരു ഉപദേശത്തിലേക്ക് പോയി. അവിടെ പറയുകയാണ്, അത് സുവിശേഷം എന്ന് പോലും പറയാൻ കൊള്ളൂല്ലാത്തൊരു കാര്യമാണ് നിങ്ങളിപ്പോൾ കേട്ട് മറഞ്ഞിരിക്കുന്നത്. മനസ്സിലായോ? അത് സുവിശേഷം എന്ന് പോലും പറയാൻ യോഗ്യതയില്ല എന്നാണ് പൗലോസ് പറയുന്നത്. കാരണം എന്താ? താൻ പറഞ്ഞ, അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞ സുവിശേഷത്തിന്റെ അപ്പുറത്തേക്ക് എന്തെങ്കിലും ഉപദേശവുമായി കടന്നു വരുന്നുവെങ്കിൽ താഴേക്ക് വായിക്കാം. എന്നാൽ ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചതിന് വിപരീതമായി ഞങ്ങളാകട്ടെ, സ്വർഗത്തിൽ നിന്നൊരു ദൂതനാകട്ടെ നിങ്ങളോട് സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവൻ. അപ്പോസ്തലനായ പൗലോസ് തന്റെ അപ്പോസ്തലത്തിന്റെ അധികാരത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് താൻ നിസാരനായ ഒരു അപ്പോസ്തലനല്ല, ദൈവത്താലും കർത്താവായ ക്രിസ്തുവിനാലും അപ്പോസ്തലത്തിൽ ലഭിച്ചവനാണ് ഞാൻ. അതുകൊണ്ട് താൻ പറഞ്ഞ സുവിശേഷം അതിൽ നിന്ന് വ്യത്യസ്തമായ എന്തെങ്കിലും ഒരു കാര്യം ഞങ്ങൾ തന്നെയോ ഇനി സ്വർഗത്തിൽ നിന്നൊരു ദൂതൻ പോലും വന്ന് പറഞ്ഞാൽ അവൻ ശപിക്കപ്പെട്ടവൻ. ശപിക്കപ്പെട്ടവർക്ക് നിത്യജീവൻ കിട്ടുമോ? ഒരിക്കലുമില്ല. അപ്പോൾ എന്ത് സുവിശേഷമാണ് പൗലോസ് പറഞ്ഞത് എന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കണം. അപ്പോൾ മറ്റൊരു സുവിശേഷം എന്താണെന്നുള്ളതും മനസ്സിലാക്കിയെടുക്കണം. ഇവിടെ പൗലോസ് പറയുകയാണ്, 9-ാം വാക്യത്തിൽ പറയുകയാണ്, ഞങ്ങൾ മുൻ പറഞ്ഞതുപോലെ ഞാൻ ഇപ്പോൾ പിന്നെയും പറയുന്നു. 2 പ്രാവശ്യം പറയുകയാണ്, നിങ്ങൾ കൈക്കൊണ്ട സുവിശേഷത്തിന് വിപരീതമായി ആരെങ്കിലും നിങ്ങളുടെ സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവൻ. എന്നിട്ട് പൗലോസ് പറയുകയാണ്, ഇപ്പോൾ ഞാൻ മനുഷ്യരെയോ ദൈവത്തെയോ സന്തോഷിപ്പിക്കുന്നത് അല്ല, ഞാൻ മനുഷ്യരെ പ്രസാദിപ്പിക്കുവാൻ നോക്കുന്നുവോ? ഇന്നും ഞാൻ മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നുവെങ്കിൽ ക്രിസ്തുവിന്റെ ദാസനായിരിക്കുകയില്ല. പൗലോസ് പറയുകയാണ്, ഞാൻ ഈ സുവിശേഷം പറയുന്നത് മനുഷ്യരെ പ്രസാദിപ്പിക്കാൻ വേണ്ടിയല്ല. മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നവനായി ഞാൻ ശുശ്രൂഷിക്കുകയാണെങ്കിൽ ഞാൻ കർത്താവിന്റെ ദാസൻ എന്ന് പോലും പറയാൻ കൊള്ളല്ലാത്തവനായി തീരും. അതുകൊണ്ട് എനിക്ക് മനുഷ്യരെ പ്രസാദിപ്പിക്കേണ്ട, ദൈവം പറഞ്ഞ സുവിശേഷം കൃത്യമായി വെള്ളം ചേർക്കാതെ ജനത്തിലേക്ക് എത്തിക്കുക. ആ സുവിശേഷത്തിൽ ഒരു രക്ഷയുണ്ട്. അതിൽ നിന്നും ഇടത്തോട്ടോ വലത്തോട്ടോ തിരിഞ്ഞു കഴിഞ്ഞാൽ വളരെ വലിയ പ്രയാസങ്ങൾ ഉണ്ടാകും. അവൻ ശപിക്കപ്പെട്ടവനായി തീരും എന്നാണ് പറയുന്നത്. അതുകൊണ്ട് നാം ആരും ശപിക്കപ്പെട്ടവരാകുവാൻ ഇടയില്ലാതെ സത്യസുവിശേഷത്തിൽ വിശ്വസിക്കേണ്ടത് ആവശ്യമാണ്. നമുക്കൊരു വാക്യം ഒന്ന് വായിക്കാം. പുറപ്പാട് പുസ്തകം 30-ാം അധ്യായം ഒന്നെടുക്കാം. അതിന്റെ 22 മുതൽ 38 വരെ വായിക്കണമെങ്കിലും അതിന്റെ 37, 38 വാക്യങ്ങൾ മാത്രം ഒന്ന് നമുക്ക് വായിക്കാം. പുറപ്പാട് പുസ്തകം 30-ാം അധ്യായം അതിന്റെ 37, 38 വാക്യങ്ങൾ ശബ്ദമുയർത്തി നമുക്ക് വായിക്കാമല്ലോ. കാര്യം മനസ്സിലായോ? അതായത് പഴയ നിയമത്തിൽ ദൈവം മോശയിലൂടെ ഒരു നിയമം കൊടുത്തു, അഭിഷേകത്തിനായൊരു തൈലം ഉണ്ടാക്കണം. അത് ഇന്ന കൂട്ടുകളൊക്കെ ചേർത്ത് ദൈവത്തിന് പ്രസാദകരമായ രീതിയിലുള്ള ഒരു സുഗന്ധ തൈല കൂട്ടാണത്. അത് ആലയത്തിലെ വിശുദ്ധ ഉപകരണങ്ങളിൽ ഒഴിക്കുവാനും തളിക്കുവാനും, അപ്പോൾ തന്നെ പുരോഹിതന്മാരെ അഭിഷേകം ചെയ്യപ്പെടുന്ന വ്യക്തികളുടെ തലയിൽ ഒഴിക്കുവാനും വളരെ സുഗന്ധമായ ഒരു അമൂല്യ ഒരു കൂട്ടാണ് ഈ സുഗന്ധ കൂട്ട്. എന്നാൽ ദൈവം പറയുകയാണ്, ഇങ്ങനെ ഒരു കൂട്ട് എന്തെങ്കിലും കാര്യത്തിന് വ്യത്യസ്തമായി ആരെങ്കിലും ഉണ്ടാക്കിയാൽ അവനെ തൻ്റെ ജനത്തിൽ നിന്നും ഛേദിച്ച് കളയണം. എന്ന് പറഞ്ഞാൽ ദൈവവചനപ്രകാരം നൽകപ്പെട്ട ആ വിശുദ്ധ തൈലം എന്തിനു വേണ്ടി പറഞ്ഞുവോ, എങ്ങനെ ഉണ്ടാക്കാൻ പറഞ്ഞുവോ, ആരത് ഉപയോഗിക്കണമെന്ന് പറഞ്ഞുവോ, അതിൽ നിന്നും വ്യത്യസ്തമായി ആ അഭിഷേക തൈലത്തെ ഉപയോഗിച്ചാൽ അവനെ ആ ജനത്തിൽ നിന്ന് തന്നെ കൊന്നുകളയണം, മാറ്റിക്കളയണം എന്നാണ് ദൈവം കൽപ്പിച്ചത് പഴയ നിയമത്തിൽ. ഇവിടെ ഇതാ പൗലോസിന് ലഭിച്ച ഈ സുവിശേഷവും ഞാൻ വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കി തന്ന ദൈവത്തിന്റെ ആത്മാവിനാൽ തന്ന ആലോചനയാണ് ഞാൻ പറയുന്നത്. ഇവിടെ പറയുകയാണ്, എന്താണ് പറയുന്നത്? ഞങ്ങൾ നിങ്ങളെ അറിയിച്ച സുവിശേഷത്തിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സുവിശേഷം.
ദൈവം അപ്പോസ്തലനായ പൗലോസിന്റെ കയ്യിൽ കൊടുത്ത അഭിഷേക തൈലം പോലെ ഒരു സുവിശേഷം. അങ്ങനെ ആരെങ്കിലും അതിനോട് കൂട്ടുചേർത്ത് എന്തെങ്കിലും തരത്തിൽ അതിനെ വകമാറ്റി ഉപയോഗിക്കുന്നുവെങ്കിൽ, ഇവിടെ പൗലോസ് പറഞ്ഞതുപോലെ അങ്ങനെ പറയുന്നവൻ ശപിക്കപ്പെട്ടവൻ എന്ന് പറഞ്ഞാൽ ക്രിസ്തുവുമായി യാതൊരു ബന്ധവും അവൻ ഉണ്ടായിരിക്കുകയില്ല. പഴയ നിയമത്തിൽ പറഞ്ഞു, ഈ അഭിഷേക തൈലം മറ്റൊരുവൻ ഉണ്ടാക്കിയാൽ അവനെ ആ ജനത്തിൽ നിന്നും ഛേദിച്ചു കളയണം. നമുക്കറിയാം, പഴയ നിയമത്തിൽ 1 പറഞ്ഞ് 2-ാം വാക്കിന് ദൈവം അവിടെ പ്രവർത്തിച്ച് കാണിച്ചിട്ടുണ്ട്, അല്ലേ? ചിലരെ അഗ്നി ഇറക്കി കൊല്ലുന്നു, ചിലരെ ഭൂമി വാപിളർത്തി കൊല്ലുന്നു. ഇന്ന് കർത്താവ് വളരെ സൈലന്റ് ആയിട്ട് ഒന്നും ചെയ്യുന്നില്ല, അല്ലേ? ഈ സുവിശേഷം ഇന്ന് നമുക്കറിയാം ഇത്ര വൈകൃതമായ ഒരു മേഖല ക്രിസ്തീയ ഗോളമായി തീർന്നിരിക്കുകയാണ്. ഇങ്ങനെ വ്യത്യസ്തമായ സുഗന്ധ തൈല കൂട്ടുകൾ വ്യാജമായും വെള്ളം ചേർത്തും കൂട്ടുകൾ തെറ്റിച്ചും ഉണ്ടാക്കി മനുഷ്യനെ പറ്റിക്കുന്നൊരവസ്ഥ, ഇവരെല്ലാം ശാപത്തിന് കീഴിലാണ് എന്നുള്ളതാണ് നമുക്ക് ഈ വചനത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിൽ നിന്നും പുതിയ ഉപദേശം ലഭിച്ച് നമ്മൾ എന്ത് ചെയ്യണം? ഞങ്ങൾ നിങ്ങളെ അറിയിച്ച സുവിശേഷത്തിന്റെ സത്യത്തിൽ നിന്നും തെറ്റിപ്പോകുവാൻ ഇടയല്ലാത്ത രീതിയിൽ എന്ത് സുവിശേഷമാണ് ഇദ്ദേഹം പറഞ്ഞതെന്ന് നമ്മൾ മനസ്സിലാക്കണം. മനുഷ്യന്റെ രക്ഷ കർത്താവായ യേശു ക്രിസ്തുവിലൂടെയാണ്. അപ്പോൾ തന്നെ താഴേക്ക് വായിക്കുകയാണ് 16-ാം വാക്യം. ദൈവം തന്റെ പുത്രനെ കുറിച്ചുള്ള സുവിശേഷം ഞാൻ ജാതികളുടെ ഇടയിൽ അറിയിക്കേണ്ടതിന് അവനെ എന്നിൽ വെളിപ്പെടുത്തുവാൻ പ്രസാദിച്ചപ്പോൾ ഞാൻ മാംസരക്തങ്ങളോട് ആലോചന ചോദിച്ചില്ല. അപ്പോൾ ദൈവം സുവിശേഷം ജാതികളുടെ ഇടയിൽ അറിയിക്കുവാൻ വേണ്ടിയിട്ടാണ് അപ്പോസ്തലനായ പൗലോസിനെ തിരഞ്ഞെടുത്തെന്നാണ് പറയുന്നത്. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 5-ഉം 6-ഉം വാക്യങ്ങൾ വായിക്കുമ്പോൾ കർത്താവ് എന്താ പറഞ്ഞത്? 12 ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തിട്ട് പറയുകയാണ്, നിങ്ങൾ പുറപ്പെട്ട് എന്ത് ചെയ്യണം? കർത്താവ് പറഞ്ഞ സുവിശേഷം, നിങ്ങൾ നഷ്ടപ്പെട്ടു പോയ ഇസ്രായേൽ മക്കളുടെ അടുക്കിലേക്ക് തന്നെ ചെല്ലുവിൻ. ജാതികളുടെ അടുക്കിലേക്ക് നിങ്ങൾ പോകരുത്. ശമര്യരുടെ പട്ടണങ്ങളിൽ നിങ്ങൾ കടക്കരുത്. നഷ്ടപ്പെട്ടു പോയ ഇസ്രായേൽ മക്കളുടെ അടുക്കിലേക്ക് തന്നെ ചെല്ലുവിൻ എന്നാണ് കർത്താവ് പറഞ്ഞത്. അവിടെ 12 അപ്പോസ്തലന്മാരെ അയച്ചത് ഇസ്രായേൽ ജനത്തിന്റെ അടുക്കിലേക്കാണെന്നാണ് ദൈവവചനം പറയുന്നത്. എന്നാൽ ഇവിടെ കാര്യങ്ങൾ മാറുകയാണ്. പൗലോസ് പറയുകയാണ്, സുവിശേഷം ഞാൻ ജാതികളുടെ ഇടയിൽ അറിയിക്കേണ്ടതിന്. നമുക്കൊരു വാക്യം വായിക്കാം. 1 തിമോത്തിയോസ് 2-ന്റെ 7-ാം വാക്യം ഒന്നെടുത്തേ, നമുക്കതൊന്ന് വായിച്ചു നോക്കാം. 1 തിമോത്തിയോസ് 2-ന്റെ 7-ാം വാക്യം. തന്റെ സമയത്ത് അറിയിക്കേണ്ട ഈ സാക്ഷ്യത്തിനായി ഞാൻ പ്രസംഗിയും അപ്പസ്തോലനുമായി ബോഷ്കല്ല പരമാർത്ഥം തന്നെ പറയുന്നു. ജാതികളെ വിശ്വാസവും സത്യവും ഉപദേശിപ്പാൻ നിയമിക്കപ്പെട്ടിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഇവിടെ പറയുകയാണ്, തക്ക സമയത്ത് അറിയിക്കേണ്ട ഈ സാക്ഷ്യത്തിനായി ഞാൻ പ്രസംഗിയും അപ്പസ്തോലനുമായിരിക്കുന്നു. ബോഷ്കല്ല ഞാൻ പറയുന്നത്, നുണയല്ല ഞാൻ പറയുന്നത്. പിന്നെന്താണ് പറയുന്നത്? പരമാർത്ഥം തന്നെ, സത്യം തന്നെ ഞാൻ പറയുന്നു. ജാതികളെ വിശ്വാസവും സത്യവും ഉപദേശിക്കാൻ നിയമിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ 12 പേരെ നിയമിച്ചിട്ട് കർത്താവ് പറഞ്ഞു ജാതികളുടെ അടുക്കൽ പോകരുത്. ഇവിടെ ഇതാ ഒരുവനെ നിയമിച്ചിട്ട് പറഞ്ഞു ജാതികൾക്ക് വേണ്ടി അപ്പോസ്തലനാക്കിയിട്ട് പറഞ്ഞു ജാതികളോട് സുവിശേഷം പറയാൻ പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഈ വ്യത്യസ്തത നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ അപ്പോസ്തലൻ എന്ന് പറയുന്നത് ദൈവം സ്വർഗത്തിൽ നിന്ന് തെരഞ്ഞെടുത്ത പൗലോസ് അപ്പോസ്തലനാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ സുവിശേഷത്തിൽ നിന്നും ജാതികൾ വ്യതിചലിക്കരുത്, ഇന്ന് നൽകപ്പെട്ട ഈ സുവിശേഷത്തിൽ നിന്ന് വ്യതിചലിക്കരുത് എന്നാണ് അവിടെ ഉപദേശം. അങ്ങനെ വ്യതിചലിച്ചാൽ, അഭിഷേക തൈലം തെറ്റായി കൈകാര്യം ചെയ്താൽ അവൻ ശപിക്കപ്പെട്ടവനായി നാശത്തിലേക്ക് പോകുന്ന പോലെ തന്നെ ഈ സുവിശേഷവും തെറ്റായി വ്യാഖ്യാനിച്ചാൽ അവനും നാശയോഗ്യനായി തീരും, ശാപഗ്രസ്തനായി തീരും, നിത്യത നഷ്ടപ്പെടുന്നവനായി തീരും, ശപിക്കപ്പെട്ടവനായി തീരും. അതുകൊണ്ട് നമ്മൾ വളരെ ശ്രദ്ധിക്കണം. നമ്മളെ അനുഗ്രഹിക്കുവാൻ വേണ്ടിയാണ് നമ്മളെ ഈ സുവിശേഷത്താൽ ദൈവം വിളിച്ചിരിക്കുന്നത്. ഈ സുവിശേഷത്താൽ നമ്മെ രക്ഷയിലേക്ക് വിളിച്ചിരിക്കുന്ന ദൈവം എന്നാ വചനം പറയുന്നത്. അപ്പോൾ ഈ സുവിശേഷം നമുക്ക് രക്ഷ കൊണ്ട് തരുന്നതായിരിക്കണം. അപ്പോൾ ഗലാത്യ ലേഖനം 1-ന്റെ 19-ാം വാക്യത്തിൽ കൂടി നമുക്കൊന്ന് വായിക്കാം. എന്നാൽ കർത്താവിന്റെ ഗലാത്യ ലേഖനം 20-ാം വാക്യം. ഞാൻ നിങ്ങൾക്ക് എഴുതുന്നത് ബോഷ്കല്ല എന്നതിന് ദൈവം സാക്ഷി. തിമോത്തിയോസിന്റെ ലേഖനത്തിലും ഗലാത്യ ലേഖനത്തിലും പൗലോസ് കൂടെ പറയുകയാണ്, തക്ക സമയത്ത് അറിയിക്കേണ്ട ഈ സുവിശേഷം ജാതികൾക്ക് വേണ്ടി അപ്പോസ്തലനായി തന്നെ നിയമിച്ചിട്ട് തനിക്ക് തന്നിരിക്കുന്നു. തക്ക സമയത്ത്. എന്നിട്ട് പറയുകയാണ്, ഞാൻ നുണയല്ല പറയുന്നത്, വാസ്തവമാണ് പറയുന്നത്, സത്യമാണ് പറയുന്നത്. എന്നിട്ട് ഇവിടെ പറയുകയാണ്, ഗലാത്യ ലേഖനം 1-20 പറയുകയാണ്, ഞാൻ നിങ്ങൾക്ക് എഴുതുന്നത് ബോഷ്കല്ല എന്നതിന് ദൈവം സാക്ഷി. ബഹുനിശ്ചയത്തോടുകൂടെ ഏത് സുവിശേഷമാണോ ദൈവം പൗലോസിനെ ബലമേൽപ്പിച്ചത്, ആ സുവിശേഷത്തിന് വേണ്ടി മറ്റുള്ളവരെ പോലെ കൂട്ടുചേർക്കുന്നവനാകാതെ
വളരെ സത്യസന്ധമായി ഈ സുവിശേഷം ലോകത്തോട് അറിയിക്കുകയാണ് പൗലോസ് അപ്പോസ്തലൻ. അല്ലേ? നമുക്കൊരു വാക്യം കൂടി അതിന് തെളിവായിട്ട് നമുക്കൊന്ന് വായിക്കാം. വായിച്ചാൽ നല്ലതാണ്. 2 കൊരിന്ത്യർ ലേഖനം 2-ാം അധ്യായത്തിന്റെ 17-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുകയാണ്: ഞങ്ങൾ ദൈവവചനത്തിൽ കൂട്ടുചേർക്കുന്ന അനേകരെ പോലെയല്ല, നിർമ്മലതയോടും ദൈവത്തിന്റെ കൽപ്പനയാലും ദൈവസന്നദ്ധയിൽ ക്രിസ്തുവിൽ സംസാരിക്കുന്നു. കാര്യം മനസ്സിലായോ? ഞങ്ങൾ മറ്റുള്ളവർ ചെയ്യുന്നത് പോലെ ദൈവവചനത്തിൽ കൂട്ടുചേർക്കുന്നില്ല. അഭിഷേക തൈലത്തിൽ കൂട്ടുചേർത്താൽ അവൻ ശപിക്കപ്പെട്ടവനാ. ന്യായപ്രമാണം എല്ലാം അറിയാവുന്ന പൗലോസിന് അറിയാം, ആ പഴയ നിയമത്തിലെ ആ ന്യായപ്രമാണം അനുസരിച്ച് സുഗന്ധ തൈലം ഉണ്ടാക്കുവാൻ ദൈവം പറഞ്ഞപ്പോൾ അതിന്റെ പ്രാധാന്യത എന്തെന്നുള്ളത്. ഇവിടെ അത് ഓർത്തിട്ടായിരിക്കണം ദൈവത്തിന്റെ ആത്മാവ് കർത്താവിന്റെ ദാസനോട് പറഞ്ഞിരിക്കുകയാണ്: കൂട്ടുചേർക്കുന്ന അനേകരെ പോലെയല്ല, ദൈവവചനത്തിൽ കൂട്ടുചേർക്കുന്ന അനേകരെ പോലെ ഞങ്ങളല്ല സംസാരിക്കുന്നത്. ഇവിടെ പറയുന്നു, എന്താണ് പറയുന്നത്? ദൈവത്തിന്റെ കൽപ്പനയാലും ദൈവ സന്നദ്ധിയിൽ ക്രിസ്തുവിൽ സംസാരിക്കുന്നു. പൗലോസ് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ യഥാർത്ഥത്തിൽ ഇവൻ ക്രിസ്തുവിൽ സംസാരിക്കുകയാണോ എന്ന് പോലും ചിലർക്ക് സംശയമുണ്ടായി. 2 കൊരിന്ത്യർ ലേഖനം 13-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ പറയുകയാണ്: ക്രിസ്തു എന്നിൽ സംസാരിക്കുന്നു എന്നതിന് നിങ്ങൾ തുമ്പന്വേഷിക്കുന്നുവല്ലോ. എന്ത്? പൗലോസിനെ പോലും സംശയ ദൃഷ്ടിയാ കണ്ട ഒരു ജനത്തിന്റെ നടുവിൽ നിന്നിട്ടാ പൗലോസ് ശുശ്രൂഷിക്കുന്നത്. ഇന്ന് നമ്മളെ പലരും സംശയ ദൃഷ്ടിയോടുകൂടി കാണുകയാണ്. ഇന്ന് വരെ കേട്ടിട്ടില്ലാത്ത കാര്യങ്ങളാണല്ലോ അവർ പറയുന്നത്. റൈറ്റ്ലി ഡിവൈഡ് എന്നൊക്കെ ഇവർ പറയുന്നു, കൃപായുഗം എന്ന് പറയുന്നു, മണവാട്ടി സഭ ഒന്നാണെന്നും അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭ മറ്റൊന്നുമാണെന്നും ഇവർ പഠിപ്പിക്കുന്നു. ഇന്ന് വരെ ഇതൊന്നും കേട്ടിട്ടില്ലല്ലോ എന്ന് പറഞ്ഞ് നമ്മളുടെ മേലും സംശയം ജനിക്കുന്നുവെങ്കിൽ അതിൽ അത്ഭുതമൊന്നുമില്ല. കാരണം അന്നുവരെ കേട്ട് കേൾവിയില്ലാത്തൊരു സുവിശേഷമാണ് പൗലോസ് ദൈവത്തിൽ നിന്ന് പ്രാപിക്കപ്പെട്ടവനായി പറഞ്ഞത്. ഗലാത്യ ലേഖനം 1:11 പറയുകയാണ്: സഹോദരന്മാരെ, ഞാൻ അറിയിച്ച സുവിശേഷം മാനുഷ്യമല്ല എന്ന് നിങ്ങളെ ഓർപ്പിക്കുന്നു. അത് ഞാൻ മനുഷ്യരോട് പ്രാപിച്ചിട്ടില്ല, പഠിച്ചിട്ടുമില്ല. യേശു ക്രിസ്തുവിന്റെ വെളിപ്പാടിനാൽ അത്രേ പ്രാപിച്ചത്. കാര്യം മനസ്സിലായോ? അതായത് ഇത് ദൈവത്തിൽ നിന്ന് പ്രാപിച്ച ഒന്നാണ്, മനുഷ്യരിൽ നിന്നല്ല എന്നാണ് പൗലോസ് പറയുന്നത്. അത്രയും നാളെ നിലനിന്നിരുന്ന ജലസ്നാനം വേണ്ട, അത്രയും നാളെ നിലനിന്നിരുന്ന പരിച്ഛേദനം വേണ്ട, അത്രയും നാളെ നിലനിന്നിരുന്ന ന്യായപ്രമാണത്തിലെ അനുഷ്ഠാനങ്ങൾ വേണ്ട, അത്രയും നാളെ നിന്നിരുന്ന ശബത്ത് ആചരിക്കേണ്ട എന്നൊക്കെ പൗലോസ് പറയുമ്പോൾ പൗലോസിനെ വെറുതെ വിടാൻ പറ്റുമോ? 2000 വർഷമായി അബ്രാഹാം മുതൽ യേശു ക്രിസ്തു വരെ അനുസരിച്ച് വരുന്ന പാരമ്പര്യങ്ങളെയാണ് പൗലോസ് പറയുന്നത്. എനിക്കൊരു വെളിപ്പാടിനാൽ സത്യം മനസ്സിലായി. ഇത് ഞാൻ മനുഷ്യരിൽ നിന്ന് പഠിച്ചതല്ല, ദൈവത്തിൽ നിന്നുമാണ് പഠിച്ചത്. ഞങ്ങൾ നിങ്ങളെ അറിയിച്ച സുവിശേഷത്തിൽ നിന്നും വ്യത്യസ്തമായ ഒരു സുവിശേഷം ആരെങ്കിലും പറഞ്ഞാൽ അവൻ ശപിക്കപ്പെട്ടവനാണ് എന്നൊക്കെ ആധികാരികമായിട്ട് പൗലോസ് പറയണമെങ്കിൽ സ്വർഗത്തിലെ ദൈവം അതുപോലെ ഇടപെട്ടിരിക്കണം, അല്ലേ? നമുക്കറിയാം മോശയെ ദൈവം എങ്ങനെയാ ഇടപെട്ടത്. ആടുകളെ മേച്ചു നടന്നപ്പോൾ മരുഭൂമിയിൽ കത്തിയാളെന്ന ഉൾപ്പടർപ്പിൽ ദൈവം സംസാരിക്കുകയാണ്. ഏതാണ്ട് ഇതുപോലെ തന്നെയാണ് യേശു ക്രിസ്തു പൗലോസിനെയും പിടിക്കുന്നത്. ദമാസ്കസിനെ ലക്ഷ്യമാക്കി പോകുമ്പോൾ, സിറിയയിലേക്ക് പോകുമ്പോൾ അതിന്റെ പടിവാതിൽക്കൽ സൂര്യനെ വെല്ലുന്നൊരു പ്രഭ കണ്ട് പൗലോസിന്റെ കണ്ണുകൾ അന്ധമായി പോയി താഴെ വീഴുകയാണ്. കർത്താവേ, അങ്ങ് ആരാകുന്നു എന്ന് ചോദിച്ചപ്പോൾ, നീ പീഡിപ്പിക്കുന്ന യേശു ക്രിസ്തുവാകുന്നു ഞാൻ. കണ്ടോ? മോശ ദൈവത്തെ കണ്ടെത്തിയതുപോലെ, ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവം ഒരുക്കിയതുപോലെ മറ്റൊരു ശുശ്രൂഷയ്ക്ക് വേണ്ടി ജാതികളുടെ അപ്പോസ്തലനായി പൗലോസിനെയും വിളിക്കുമ്പോൾ മറ്റാർക്കും കിട്ടാത്ത രീതിയിലുള്ള ഒരു അമാനുഷിക കോളിംഗ് പൗലോസിന് ലഭിക്കുകയാണ്. അന്നു മുതൽ പൗലോസ് മനസ്സിലാക്കി യേശുവാണ് മശിഹ. തുടർന്ന് കാര്യങ്ങൾ മുന്നോട്ട് പോയി. ആ യഹൂദന്റെ തിരസ്കരണം മൂലം അനാദികാലം മറഞ്ഞിരുന്ന ഒരു മാർമിക സത്യം, അതുവരെ ആർക്കും വെളിപ്പെടുത്താത്തൊരു സത്യം സ്വർഗത്തിൽ നിന്നും കർത്താവ് അപ്പോസ്തലനായ പൗലോസിനെ നിയമിച്ചുകൊണ്ട് പറയുകയാണ്. ആ സുവിശേഷത്തിലാണ് ഇന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ബൈബിളിൽ അനേകം സുവിശേഷങ്ങളുണ്ട്. ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ വായിക്കുമ്പോൾ രക്ഷയ്ക്കുള്ള അനേകം മാർഗങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും, അല്ലെ? നോഹിയുടെ കാലത്ത് എന്തായിരുന്നു മാർഗം? ഇതാ പെട്ടകം പടയുന്നു, ജീവൻ വേണ്ടവർ കേറിക്കോ, മഴ പെയ്യാൻ പോകുന്നു. ഇതായിരുന്നു സുവിശേഷം. വിശ്വസിച്ചവർ 8 പേർ. വേദപണ്ഡിതന്മാർ പറയുന്നത് അന്ന് 10 ലക്ഷത്തോളം ആളുകൾ ഭൂമിയിൽ ജീവിച്ചിരുന്നു എന്നാണ്. അതിൽ 8 പേർ മാത്രം രക്ഷപ്പെട്ടു, ബാക്കി എല്ലാവരും വെള്ളം കുടിച്ചു മരിച്ചു. അന്ന് ദൈവത്തിന്റെ സുവിശേഷം അതായിരുന്നു. അവിടെ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനൊന്നും നമ്മൾ കാണുന്നില്ല. ദൈവം കൊടുത്ത ഉപദേശത്തിൽ നിലനിൽക്കാതെ
അതിനെ വിശ്വസിക്കാൻ മനസ്സ് കാണിക്കാത്തവർ നാശപ്പെട്ടു. വിശ്വസിച്ച നോഹയും കുടുംബം രക്ഷിക്കപ്പെട്ടു. കാര്യം മനസ്സിലായോ? കാര്യങ്ങൾ മുന്നോട്ട് പോയി. ന്യായപ്രമാണം ദൈവം കൊടുത്തു. ആ ന്യായപ്രമാണം പ്രകാരം ആ രക്ഷയിലേക്ക് കടന്നു വരുവാൻ, പാപക്ഷമ നേടുവാൻ ദൈവം ഉപദേശം കൊടുത്തു. അതിലൂടെ അനേകർ ദൈവത്തെ വിശ്വസിച്ച് രക്ഷപ്പെട്ടവരുമുണ്ട്, അനുസരണക്കേട് കാണിച്ച് നാശപ്പെട്ടവരുമുണ്ട്. അല്ലെ, ഏതൊരു കാലഘട്ടത്തിലും ദൈവം രക്ഷയ്ക്ക് വേണ്ടി വിവിധ മാർഗങ്ങൾ ഒരുക്കി കൊടുക്കുന്നു. പിന്നീട് കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിൽ വന്ന് യഹൂദന്റെ മധ്യത്തിൽ 3.5 വർഷം ശുശ്രൂഷിച്ചു. വാഗ്ദത്ത പ്രവൃത്തിയായ പദ്ധതിയായ ദൈവരാജ്യം സ്ഥാപിക്കുവാൻ വേണ്ടി ഇറങ്ങി വന്നു. യേശു തന്നെ മശിഹ എന്ന് വിശ്വസിച്ചാൽ അവർക്ക് രക്ഷയിലേക്ക് വരാമായിരുന്നു. എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തു ക്രൂശിക്കപ്പെടുന്നതിന് മുൻപേ യേശുവിൽ വിശ്വസിച്ച് മരിച്ചു പോയവരുണ്ട്. അല്ലേ? നമുക്കതിനെ കുറിച്ചാണ് ചിന്തിക്കാനുള്ളത്. അല്ലെങ്കിൽ യേശു ക്രിസ്തുവിലൂടെയുള്ള രക്ഷ. നമ്മുടെ രക്ഷ എങ്ങനെയാണ്? കർത്താവായ യേശു ക്രിസ്തു എനിക്ക് വേണ്ടി, എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി, ഈ ദുഷ്ടലോകത്തിൽ നിന്ന് വിടുവിക്കുവാൻ എനിക്ക് വേണ്ടി കർത്താവായ യേശു ക്രിസ്തു തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ചു, അടക്കപ്പെട്ടു, തിരുവെഴുത്തുകളിൻ പ്രകാരം ഉയർത്തെഴുന്നേറ്റു. അത് വിശ്വസിക്കുന്നുവെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മെ സ്നാനം കഴിപ്പിച്ച് ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ഭാഗമാക്കി തീർത്ത് കർത്താവിന്റെ മധ്യാകാശ വരവിൽ നാം എടുക്കപ്പെട്ട് സ്വർഗത്തിൽ ദൈവത്തോടു കൂടി ആയിരിക്കും. റാപ്ചർ ഈ ദൈവസഭയ്ക്കുള്ളതാണ്. പൗലോസ് പറഞ്ഞ ഈ സുവിശേഷത്തിന്റെ നിർമ്മലതയിൽ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ നമുക്കുള്ള പ്രത്യാശ സൗജന്യമായ രക്ഷയാണ്. കൃപയാലല്ലോ വിശ്വാസം മൂലം നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതിന് നിങ്ങളുടെ പ്രവൃത്തി കാരണമല്ല. രക്ഷയ്ക്കൊരു പ്രവൃത്തിയും ആവശ്യമില്ല. പക്ഷേ രക്ഷിക്കപ്പെട്ടവർക്ക് ഇഷ്ടം പോലെ പ്രവൃത്തിക്ക് വേണ്ടി ദൈവം മുന്നൊരുക്കിയിരിക്കുകയാണ്. അതെല്ലാം പ്രവർത്തിച്ചാൽ അതിനു വേണ്ടിയുള്ള പ്രതിഫലം നമുക്ക് സ്വർഗത്തിൽ ലഭിക്കുമെന്നുള്ളതാണ് ഈ ഉപദേശം. പ്രൈസ് ദി ലോർഡ്. എങ്കിൽ പിന്നെ മുൻകാലങ്ങളിൽ ക്രിസ്തുവിലൂടെയുള്ള മറ്റു രക്ഷകളെ കുറിച്ച് നമുക്ക് ചിന്തിക്കേണ്ടതുണ്ട്. ഇത് റൈറ്റ്ലി ഡിവൈഡ് ചെയ്തില്ലെങ്കിൽ ചിലർ ഇങ്ങനെയും ചിലർ അങ്ങനെയും, ചിലർ ഇതെല്ലാം കൂടി ശരിയാണെന്നും ഇതെല്ലാം കൂടി തെറ്റാണെന്നുമുള്ള നിഗമനത്തിലെത്തും. അവിയൽ പരുവത്തിൽ ബൈബിളിനെ ആക്കി തീർക്കും. നമുക്ക് അവിയൽ വേണ്ട. റൈറ്റ്ലി ഡിവൈഡ് ചെയ്ത് മനോഹരമായ ഒരു സദ്യ കഴിക്കുന്നത് പോലെ, അല്ലേ? നമുക്കറിയാം, നമുക്ക് ഈ കേരളത്തിന്റെ തനിമയനുസരിച്ചൊരു സദ്യയുണ്ട്, അല്ലേ? ആ സദ്യ കഴിക്കേണ്ടത് എങ്ങനെയെന്ന് പലർക്കും അറിയില്ല, അല്ലേ? നമ്മളൊരു സദ്യ കഴിക്കാൻ ഇരിക്കുകയാണ്, ഒരു വിവാഹത്തിന്, ഒരു ഹൈന്ദവ സഹോദരങ്ങളുടെ സദ്യക്കാണ് ഇരിക്കുന്നതെങ്കിൽ അവർക്ക് 10-14 കൂട്ടം കറികളും ചോറും കറിയും ഇതെല്ലാം, സാമ്പാർ, പായസം, പപ്പടം, ഇതൊക്കെ ഉണ്ടാവും. ഇതെങ്ങനെ കഴിക്കേണ്ടതെന്ന് അറിയാവുന്നവരുണ്ട്. അവരവിടെ നിന്ന് മാന്യമായിട്ട് ഇത് കഴിക്കും. ഇത് കഴിക്കാൻ അറിയാത്തവരെന്ത് ചെയ്യും? സാമ്പാർ പോകുമ്പോൾ കുറച്ച് സാമ്പാർ ഒഴിച്ചോളാൻ പറയും, രസം പോകുമ്പോൾ പറയും കുറച്ച് രസം ഒഴിച്ചോളാൻ പറയും. പിന്നെ പായസം വരുമ്പോൾ എന്താ ചെയ്യുക? ഇതെല്ലാം കൂടി മാറ്റി വെച്ചിട്ട് ആ പായസം ഒഴിച്ചോളാൻ പറയും. ഇങ്ങനെയല്ല കഴിക്കേണ്ടത്. കഴിക്കേണ്ട ഒരു രീതിയുണ്ട്. അത് പ്രിയപ്പെട്ടവരോട് ചോദിച്ചാൽ അവർ പറഞ്ഞു തരും. അതനുസരിച്ച് കഴിച്ചാൽ ആ ഭക്ഷണം കഴിച്ചതിനൊരു തൃപ്തി ഉണ്ടാകും. അല്ലെങ്കിൽ വീട്ടിൽ വരുമ്പോഴേക്കും വയറൊക്കെ വല്ലാത്തൊരവസ്ഥയിലായി പ്രയാസം അനുഭവിക്കാനിടയായിത്തീരും. ഇങ്ങനെയാണ് പല സഭായോഗങ്ങളും കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തിക്കഴിയുമ്പോൾ ഇത് ഈ ഒരു അറിയില്ലാത്ത ഒരു സദ്യ കഴിച്ചതുപോലെയുള്ള അനുഭവമാണ്. ദഹനക്കേടുള്ള ചില സംഭവങ്ങൾ ഉണ്ടാവും. ചില ചോദ്യങ്ങൾക്കും ഉത്തരങ്ങൾ കിട്ടാതെ വരുമ്പോൾ അസ്വസ്ഥമായ ഒരു മൈൻഡോടുകൂടി വീട്ടിലേക്ക് പോകും. അപ്പൊ ഇതൊന്നും ആവശ്യമില്ല. കൃത്യമായി ദൈവവചനത്തെ റൈറ്റ്ലി ഡിവൈഡ് ചെയ്ത് കൃത്യമായി വിഭജിച്ച് മനസ്സിലാക്കി പഠിച്ചാൽ കൃത്യമായ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ മെഡിക്കൽ ഫീൽഡിൽ ജോലി ചെയ്യുന്നവരുണ്ടല്ലോ, അവരൊക്കെ നമ്മുടെ അവയവങ്ങളെ, അല്ലേ, എത്ര അസ്ഥിയുണ്ട്, എത്ര മസിൽസ് ഉണ്ട്, എത്ര പേശികളുണ്ട്, അല്ലെങ്കിൽ തലച്ചോറിന്റെ പ്രവർത്തനം എങ്ങനെയാണ്, സെറിബ്രം എങ്ങനെ ഇരിക്കുന്നു, സെറിബെല്ലം എങ്ങനെ ഇരിക്കുന്നു, മെഡുല ഒബ്ലാങ്കേറ്റ എങ്ങനെ ഇരിക്കുന്നു, ആമാശയം എങ്ങനെ ഇരിക്കുന്നു, ഇതൊക്കെ കൃത്യമായി അവർ സ്റ്റഡി ചെയ്യുകയാണ്, അല്ലേ? അല്ലാതെ ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോൾ അറവശാലയിൽ കാളയെ അറുത്തിട്ടിരിക്കുന്ന പോലെ മനുഷ്യൻ വരുന്ന വഴി ഹാർട്ട് പേഷ്യൻ്റ് ആണോ, എന്നാൽ പിന്നെ ഹാർട്ട് മുറിച്ച് തൂക്കിയിടാം, അങ്ങനെയൊക്കെയാണോ പഠിപ്പിക്കുന്നത്? ഇതെല്ലാം കൃത്യമായി പഠിച്ചാൽ മാത്രമാണ്, അല്ലെ, മെഡിക്കൽ ഫീൽഡിൽ ചെയ്യുന്ന ഒരു മാതൃക ഈ വചനത്തിന്റെ മേഖലയിലും ചെയ്താൽ, അല്ലെങ്കിൽ ഒരു സദ്യ കഴിക്കുന്ന ആ ഒരു വിവരം ഈ വചനത്തിന്റെ മുൻപിൽ നമ്മൾ കാണിച്ചാൽ കൃത്യമായിട്ടുള്ള ഉപദേശത്തിലേക്കും സത്യത്തിലേക്കും എത്തിച്ചേരുവാൻ ദൈവം നമ്മെ സഹായിക്കും. അതിനെയാണ് പറയുന്നത് റൈറ്റ്ലി ഡിവൈഡ് ദ വേർഡ് ഓഫ് ട്രൂത്ത്. ദൈവവചനത്തെ കൃത്യമായി വിഭജിച്ച് പഠിക്കുക, ഇല്ലെങ്കിൽ തെറ്റിപ്പോകും. നിങ്ങൾക്ക് ദൈവവചനവും ദൈവശക്തിയും അറിയാത്തത് കൊണ്ട് തെറ്റിപ്പോകുന്നുവെന്ന് കർത്താവ് പറഞ്ഞതുപോലെയുള്ള അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോകും. പ്രിയമുള്ളവരെ, ഇവിടെ നമ്മൾ കർത്താവായ യേശു ക്രിസ്തുവിലൂടെ നമുക്ക് ഈ കൃപായുഗത്തിൽ രക്ഷ എങ്ങനെയാണെന്ന് നമ്മൾ പഠിച്ചു മനസ്സിലാക്കി, അല്ലേ? എന്നാൽ കർത്താവിന്റെ ക്രൂശിന് മുൻപും കർത്താവ് ഈ ലോകത്തിൽ വന്നപ്പോഴും കർത്താവ് വരുന്നതിന് മുൻപും ക്രിസ്തുവിലൂടെ അനേകർക്ക് രക്ഷയുണ്ടായി, അല്ലേ?
നമുക്കത് എങ്ങനെയാണെന്ന് ചെറുതായിട്ടൊന്ന് ചിന്തിക്കാം. കാരണം കർത്താവിലൂടെ പരിപൂർണ്ണ രക്ഷ ഏറ്റെടുക്കണമല്ലോ. ഇവിടെ നമുക്ക് 1-2 വാക്യങ്ങൾ വായിക്കാം. അപ്പം 4 പോയിന്റുകൾ ഞാൻ ആദ്യം പറയാം. എന്ന് പറഞ്ഞാൽ ക്രൂശിന്, അതായത് യേശു ക്രിസ്തുവിലുള്ള രക്ഷയെക്കുറിച്ച് നമ്മൾ തരംതിരിച്ച് പഠിക്കുമ്പോൾ ഇങ്ങനെയാണത് പറയുന്നത്. മശിഹ വരും എന്ന് വിശ്വസിച്ച് ക്രിസ്തുവിനെ കാണാതെ മരിച്ചു പോയിട്ടുള്ളവരുണ്ട്, അല്ലേ? അതിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. അപ്പോൾ തന്നെ മശിഹയെ കണ്ട് ക്രൂശിന് മുൻപേ മരിച്ചു പോയവരുണ്ട്. മൂന്നാമത്തെ കൂട്ടര് ക്രൂശിന് ശേഷം വിശ്വസിച്ച് മരിച്ചു പോയവരുണ്ട്. പിന്നീട് യേശുവിനെ കാണാതെ ക്രൂശ് മരണത്തിൽ വിശ്വസിച്ച് മരിച്ചു പോയവരുണ്ട്, അല്ലേ? പിന്നെ ഇതെല്ലാം മനസ്സിലാക്കി ജീവനോടെ ഇരുന്നിട്ട് ക്രിസ്തുവിന്റെ ക്രൂശിൽ വിശ്വസിച്ച് ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭയായി രക്ഷിക്കപ്പെടുന്ന നാമമുണ്ട്, അല്ലേ? അപ്പൊ രക്ഷകൾ വിവിധ തരത്തിലാണ് യേശു ക്രിസ്തുവിലൂടെ വന്നത്. എന്നാൽ ഇന്ന് ക്രിസ്തുവിന്റെ ക്രൂശിലൂടെ മാത്രമാണ് രക്ഷയുള്ളത്. പക്ഷേ യേശു ക്രിസ്തു വരുമെന്ന് വിശ്വസിച്ച് പ്രവാചകന്മാർ അനേകരുണ്ടായിരുന്നു. നമുക്ക് 1-2 വാക്യങ്ങൾ ഒന്ന് വായിക്കാം. 1 പത്രോസ് 1-ാം അധ്യായത്തിന്റെ 11-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. വിശുദ്ധ പത്രോസ് എഴുതിയ ലേഖനം 1 പത്രോസ് 1:11. മശിഹ വരുമെന്ന് വിശ്വസിച്ച് ക്രിസ്തുവിനെ കാണാതെ മരിച്ചുപോയവർ, അവരിലുള്ള ക്രിസ്തുവിൻ ആത്മാവ് ക്രിസ്തുവിന് വരേണ്ടിയ കഷ്ടങ്ങളെയും പിൻവരുന്ന മഹിമയെയും മുമ്പിൽ കൂട്ടി സാക്ഷീകരിച്ചപ്പോൾ സൂചിപ്പിച്ച സമയം ഏതോ എങ്ങനെയുള്ളതോ എന്ന് പ്രവാചകന്മാർ ആരാഞ്ഞു നോക്കി. തങ്ങൾക്കായിട്ടല്ല നിങ്ങൾക്കായിട്ടത്രേ തങ്ങൾ അശുശ്രൂഷ ചെയ്യുന്നു എന്ന് അവർക്ക് വെളിപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. കാര്യം മനസ്സിലായോ? പത്രോസ് പറയുകയാണ്, ഈ രക്ഷയെക്കുറിച്ച് മുൻകാലങ്ങളിലെ പ്രവാചകന്മാർ ആരാഞ്ഞു നോക്കി. മശിഹ വരുമെന്ന് കേട്ടപ്പോൾ, അവരിലൂടെ ദൈവം അരുളപ്പാട് കൊടുത്തപ്പോൾ, അത് ഈ തലമുറയിൽ സംഭവിക്കുമോ, എപ്പോഴാണ് സംഭവിക്കുന്നത് എന്നൊക്കെ പ്രവാചകന്മാർ വിശ്വാസത്താൽ അതിനെ ആരാഞ്ഞു നോക്കി. എന്നിട്ട് പറയുകയാണ്, അവർ തങ്ങൾക്ക് വേണ്ടിയല്ല നിങ്ങൾക്ക് വേണ്ടിയാണ് ശുശ്രൂഷിക്കുന്നത് മനസ്സിലാക്കി. കാര്യം മനസ്സിലായോ? അതായത് പ്രവാചകന്മാരെ കുറിച്ച് പഠിക്കുമ്പോൾ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 7:14 വായിക്കേണ്ട, സുപരിചിതമാണ്. കന്യക ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും, അവൻ ദൈവം നമ്മോടുകൂടെ എന്ന അർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് വിളിക്കപ്പെടുമെന്ന് യേശു ക്രിസ്തു വരുന്നതിലും 800 വർഷം മുൻപ് ജീവിച്ചിരുന്ന യെശയ്യാ പ്രവാചകൻ പറഞ്ഞു. അദ്ദേഹം ക്രിസ്തുവിനെ കണ്ടോ? എന്നാൽ ക്രിസ്തുവിന്റെ മഹത്വം കണ്ടു, അല്ലേ? കർത്താവിനെ കുറിച്ച് ഇങ്ങനെ ഒരു അരുളപ്പാട് കൊടുത്തപ്പോൾ മശിഹ വരുമെന്നുള്ള ആഴമായ വിശ്വാസം, ആ ദൈവത്തിന്റെ ആ മഹത്വം കാണുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. എന്നാൽ യേശു ക്രിസ്തുവിനെ കണ്ടോ? ഇല്ല. അടുത്ത പ്രവാചകൻ നമുക്കറിയാം, മീഖാ പ്രവാചകൻ 5:2. യേശു ക്രിസ്തു ബെത്ലഹേമിൽ ജനിക്കുമെന്ന് പറഞ്ഞു. യേശു ക്രിസ്തുവിനും 600 വർഷം മുൻപ് ജീവിച്ചിരുന്ന മീഖാ എന്ന് പറയുന്ന പ്രവാചകൻ പറയുകയാണ്, യേശു ക്രിസ്തു ബെത്ലഹേമിൽ ജനിക്കും. ആ പ്രവാചകനും ബെത്ലഹേമിൽ ജനിക്കുന്നത് കാണാൻ കഴിഞ്ഞോ? ഇല്ല. മശിഹ വരുമെന്നുള്ള വിശ്വാസത്തിൽ അദ്ദേഹം മരിച്ചുപോയി, അല്ലേ? അത്തരത്തിൽ അവർക്ക് രക്ഷ കിട്ടി. സക്കറിയ പ്രവാചകന്റെ പുസ്തകം 9:9 വാക്യം, ഇതാ നിന്റെ രാജാവ് കഴുതക്കുട്ടിയുടെ പുറത്ത് കയറി വിനയാനിതനായി വരുന്നു, ജെറുസലേമിലേക്ക് വരുന്നു, ആലയത്തിലേക്ക് വരുന്നു. ഏകദേശം 550 വർഷങ്ങൾക്ക് മുൻപ് യേശു ക്രിസ്തു ഭൂമിയിൽ വരുന്നതിനും 550, 600, 800 വർഷങ്ങൾക്ക് മുൻപ് പ്രവചിച്ചു വെച്ചിരുന്ന പ്രവാചകന്മാർ, അല്ലെങ്കിൽ 1000 വർഷങ്ങൾക്ക് മുമ്പ് ദാവീദ് പ്രവചിച്ചു, അല്ലെ? കർത്താവിന്റെ ക്രൂശീകരണത്തെ കുറിച്ച് പ്രവചിച്ചു. കർത്താവിനോട് അരുളി ചെയ്തു എന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ മൽക്കീസേദെക്കിന്റെ ക്രമപ്രകാരം അവനെന്നും പുരോഹിതനായിരിക്കുമെന്ന് പറഞ്ഞു. പത്രോസിന്റെ ലേഖനം 1-ാം ലേഖനത്തിന്റെ 1:11 പറഞ്ഞതുപോലെ ഈ പ്രവാചകന്മാരൊക്കെയും അരുളപ്പാട് കേട്ടിട്ട് യേശു ക്രിസ്തു എപ്പോൾ വരും, എങ്ങനെ വരും, എവിടെ വരും എന്നുള്ള കൃത്യമായിട്ടുള്ള അറിവുണ്ടായിരുന്നു. പക്ഷേ അവർക്കത് കാണുവാൻ സാധിച്ചില്ല. പക്ഷേ അവർ ആ മശിഹയെ പ്രത്യാശയിൽ അവർ മരിച്ചുപോയി. ദൈവം ആ നൽകിയ അരുളപ്പാട് വിശ്വസിച്ചവർ ക്രിസ്തുവിൽ രക്ഷ പ്രാപിച്ചു. പ്രൈസ് ദി ലോർഡ്. മനസ്സിലായോ? യെശയ്യാ പ്രവാചകൻ 53-ാം അധ്യായത്തിൽ യേശുവിന്റെ ക്രൂശീകരണത്തെ കുറിച്ച് വിവരിച്ചു വെച്ചു. അദ്ദേഹം അത് പറഞ്ഞ് 800 വർഷം കഴിഞ്ഞിട്ട് കർത്താവ് ക്രൂശിൽ മരിക്കുന്നത്. പക്ഷേ അത് വിശ്വസിച്ച ആ പ്രവാചകനും ക്രിസ്തുവിലൂടെ രക്ഷ പ്രാപിക്കുവാൻ ഇടയായി തീർന്നു. അപ്പോൾ തന്നെ നമുക്കൊരു വാക്യം ഒന്ന് വായിക്കാം. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 10-ാം അധ്യായം എടുക്കാം. നിരവധിയായ പ്രവാചകന്മാർ കർത്താവ് വരുമെന്ന് കണ്ട് വിശ്വസിച്ചു മരിച്ചു, ആ രക്ഷയുടെ അനുഭവം പ്രാപിച്ചു. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 23 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ. പിന്നെ ശിഷ്യന്മാരുടെ നേരെ തിരിഞ്ഞ്, നിങ്ങൾ കാണുന്നതിനെ കാണുന്ന കണ്ണ് ഭാഗ്യമുള്ളത്. നിങ്ങൾ കാണുന്നതിനെ കാണുവാൻ ഏറിയ പ്രവാചകന്മാരും രാജാക്കന്മാരും ഇച്ഛിച്ചിട്ടും കണ്ടില്ല. നിങ്ങൾ കേൾക്കുന്നതിനെ കേൾപ്പാൻ ഇച്ഛിച്ചിട്ടും കേട്ടില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് പ്രത്യേകം
പ്രത്യേകം പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. കർത്താവ് പറഞ്ഞു കേട്ടോ, പ്രത്യേകം പറയുകയാണ്. എന്താണ് പ്രത്യേകം പറഞ്ഞത്? നിങ്ങൾ കാണുന്ന കണ്ണുകൾ ഭാഗ്യമുള്ളവ, നിങ്ങൾ കേൾക്കുന്ന ചെവിയുള്ളവർ നിങ്ങൾ ഭാഗ്യവാന്മാർ. കാരണം അനേകർ ഇത് ആഗ്രഹിച്ചിട്ടും കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ യെശയ്യാ തുടങ്ങി ദാവീദ് തുടങ്ങി പ്രവാചകന്മാർ അനേകർ കർത്താവായ യേശു ക്രിസ്തു വരുന്നു 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 പറഞ്ഞ് ചൂണ്ടിക്കാണിച്ചു. അവർക്ക് ആർക്കും കർത്താവ് ഇവിടെ വന്നതോ അവരോട് സംസാരിക്കുന്നതോ കാണുവാൻ കഴിഞ്ഞില്ല. എന്നാൽ കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിലായിരിക്കുമ്പോൾ 33 തിരുവയസ്സിൽ അല്ലെങ്കിൽ 30 വയസ്സിൽ ശുശ്രൂഷ ആരംഭിക്കുമ്പോൾ കർത്താവ് തന്റെ കൂടെയുള്ളവരോട് പറയുകയാണ്, നിങ്ങൾ ഈ കാണുന്ന കണ്ണുകൾ ഭാഗ്യമുള്ളവ, നിങ്ങൾ കേൾക്കുന്ന ഈ ശബ്ദം കേൾക്കുന്നവർ നിങ്ങൾ ഭാഗ്യമുള്ളവർ. അനേകർ അത് ആഗ്രഹിച്ചുവെങ്കിലും കിട്ടിയില്ല. എന്നാൽ ഈ തലമുറ എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തു വന്ന തലമുറ നിങ്ങൾ ഭാഗ്യവാന്മാരാണ് എന്ന് പ്രത്യേകം പറഞ്ഞുവെന്നാ പറയുന്നത് അവസാനം, അല്ലേ? അപ്പൊ എന്തിനാ അത് കർത്താവ് പ്രത്യേകം പറഞ്ഞത്? അതിനൊരു ഇമ്പോർട്ടൻസ് ഉണ്ട്. അവരൊക്കെയും കർത്താവ് വരും എന്ന് പറഞ്ഞ് അവരെഴുതി വെച്ച പ്രവചനങ്ങളൊന്നും കാണുവാൻ കഴിയാതെ അവർ മരിച്ചുപോയവരാണ്. അവരുടെ പ്രവചനങ്ങൾ നിവർത്തിച്ചുകൊണ്ട് ഇതാ ഒരു തലമുറയുടെ നടുവിൽ കർത്താവായ യേശു ക്രിസ്തു വന്നു നിൽക്കുകയാണ്. എന്നിട്ട് അവരോട് കർത്താവ് പറയുകയാണ്, നിങ്ങൾ ഭാഗ്യമുള്ളവരാണ്, നിങ്ങളിത് കേൾക്കുന്നു, നിങ്ങളിത് കാണുന്നു. എന്നിട്ടും ആളുകൾ രക്ഷപ്പെട്ടോ? ചുരുക്കം പേര് ഈ നിൽക്കുന്ന ആളെ മനസ്സിലാക്കി, ഈ ക്രിസ്തു യേശുവാണ് ക്രിസ്തു എന്ന് മനസ്സിലാക്കി. ചുരുക്കം പേർ വിശ്വസിച്ച് മനസ്സിലാക്കി. അങ്ങനെ യേശു ക്രിസ്തുവിന്റെ ക്രൂശിന് മുൻപേ ചിലർ യേശു തന്നെ മശിഹ എന്ന് വിശ്വസിച്ച് മരിച്ചു. ആരൊക്കെയാണ് അങ്ങനെ മരിച്ചിട്ടുണ്ടാവാൻ സാധ്യത? ആദ്യമായി യേശുവിന്റെ ജനനം അറിയിക്കപ്പെട്ടത് മറിയത്തോടും യോസഫിനോടുമാണ്. ജോസഫിനെ പിന്നീട് കാണുന്നില്ല. 12 വയസ്സ് വരെ, യേശുവിന് 12 വയസ്സായിരിക്കുന്നവരെ യോസഫിനെ കാണുന്നുണ്ട്. പിന്നീട് ഔസപിതാവിനെ കുറിച്ച് എങ്ങും പറയുന്നില്ല. അപ്പോൾ സ്വാഭാവികമായി അദ്ദേഹം മരിച്ചിരിക്കാം. യേശു ക്രിസ്തുവിന്റെ ക്രൂശിന് മുൻപ് അദ്ദേഹം മരിച്ചിരിക്കാം. അപ്പോൾ തന്നെ യേശുവാണ് മശിഹ എന്ന് വിശ്വസിച്ചവനാണ് ആര്? ജോസഫ്. അപ്പോൾ തന്നെ നമുക്കറിയാം. അപ്പോൾ 2 വാക്യങ്ങളൊന്ന് വായിക്കാം. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം ഒന്ന് എടുക്കാം. അതിന്റെ 2-ാം അധ്യായം ഒന്ന് എടുത്തു വയ്ക്കുക. ഇവിടെ പറയുകയാണ്, മശിഹ എന്ന് യേശു ക്രിസ്തു ആണ് മശിഹ എന്ന് വിശ്വസിക്കുകയും അപ്പോൾ തന്നെ ക്രൂശീകരണത്തിന് മുൻപേ മരിച്ചുപോയവർ, രക്ഷയിലേക്ക് വന്നവർ, ക്രൂശിനെ കൂടാതെ രക്ഷിക്കപ്പെട്ടവർ, യേശു മശിഹയാണെന്ന് വിശ്വസിച്ചവർ. നമുക്കൊന്ന് 2 വാക്യങ്ങളെ ഒന്ന് വായിക്കാം. ഇവിടെ ലൂക്കോസ് എഴുതിയ സുവിശേഷം 2-ാം അധ്യായത്തിന്റെ 26 മുതൽ 32 വാക്യങ്ങൾ വായിക്കണം. അതിന്റെ പ്രാരംഭ വാക്യങ്ങൾ ഒന്ന് വായിക്കാം. കർത്താവിന്റെ ക്രിസ്തുവിനെ കാണും മുമ്പേ മരണം കാണുകയില്ല എന്ന് പരിശുദ്ധാത്മാവിനാൽ അവന് അരുളപ്പാടുണ്ടായി. പ്രൈസ് ദി ലോർഡ്. ശിമയോനോട് ദൈവം പറയുകയാണ്, കർത്താവിന്റെ അഭിഷിക്തനെ കാണുന്നതുവരെ നീ മരിക്കുകയില്ല. ആ വായിക്കാം. അവൻ ആത്മനിയോഗത്താൽ ദേവാലയത്തിൽ ചെന്ന് യേശു എന്ന പൈതലിനു വേണ്ടി ന്യായപ്രമാണത്തിന്റെ ചട്ടപ്രകാരം ചെയ്യുവാൻ അമ്മയപ്പന്മാർ അവനെ അകത്തു കൊണ്ടു ചെന്നപ്പോൾ അവനെ കയ്യിലേന്തി ദൈവത്തെ പുകഴ്ത്തി. ഇപ്പോൾ നാഥ, തിരുവചനം പോലെ നീ അടിയനെ സമാധാനത്തോടെ വിട്ടയക്കുന്നു. ജാതികൾക്ക് വെളിപ്പെടുവാനുള്ള പ്രകാശവും നിന്റെ ജനമായ ഇസ്രായേലിന്റെ മഹത്വവുമായി നീ സകല ജാതികളുടെയും മുമ്പിൽ ഒരുക്കിയിരിക്കുന്ന നിന്റെ രക്ഷയെ എന്റെ കണ്ണ് കണ്ടുവല്ലോ എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഈ ശിമയോൻ എന്ന് പറയുന്ന മനുഷ്യൻ പരിശുദ്ധാത്മാവ് അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ ഒരു താല്പര്യം കൊടുത്തിരുന്നു, ഒരു ഉറപ്പ് കൊടുത്തിരുന്നു. നീ മശിഹയെ കാണുന്നതുവരെ, ലോകത്തിന്റെ രക്ഷകനായി വരുന്നവനെ കാണുന്നതുവരെ നീ മരിക്കുകയില്ല. 8-ാം ദിവസം കർത്താവിനെ പരിച്ഛേദനയ്ക്കായി യഹൂദന്റെ പാരമ്പര്യമനുസരിച്ച് കൊണ്ടുവരുമ്പോൾ അവനെ കരങ്ങളിൽ എടുത്തുകൊണ്ട്, നാഥാ, അങ്ങ് പറഞ്ഞ രക്ഷ എന്റെ കണ്ണുകൾ കണ്ടുവല്ലോ എന്ന് പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. സകല ജാതികൾക്ക് വരുവാനുള്ള രക്ഷ എന്റെ കണ്ണുകൾ കണ്ടുവല്ലോ. എത്രയോ അനുഗ്രഹമുള്ള ഒരവസ്ഥയാണ് ഈ വൃദ്ധനായ ശിമയോന് ലഭിച്ചത്. ശിശുവായിരിക്കുമ്പോൾ കർത്താവിനെ കണ്ട് കരങ്ങളെടുത്ത മനുഷ്യനാണ് ശിമയോൻ. ആ മനുഷ്യനാണ്. അദ്ദേഹം വൃദ്ധനായിരുന്നു. അതോടൊപ്പം ഹന്ന വൃദ്ധയായിരുന്നു. യേശു ക്രിസ്തുവിനെ കുറിച്ച് ഇവൾ സവിസ്തരം ചുറ്റും കൂടി നിന്നവരോട് പറഞ്ഞു വന്നാ പറയുന്നത്. ലൂക്കോസ് എഴുതിയ സുവിശേഷത്തിന് താഴേക്ക് വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്, അല്ലേ? അപ്പോൾ ഇങ്ങനെ യേശുവാണ് മശിഹ എന്ന് ആ കുഞ്ഞ്, 8 ദിവസം പ്രായമുള്ള കുഞ്ഞിനെ നോക്കി പറയുവാൻ ഭാഗ്യം ലഭിച്ചവനാണ് ഈ മനുഷ്യൻ. അപ്പോൾ യേശു മശിഹ എന്ന് വിശ്വസിച്ച് കണ്ണുകൊണ്ട് കണ്ട് മരിച്ചുപോയ കൂട്ടരുണ്ട്. ക്രൂശിന് മുൻപ് ഇവരൊക്കെ മരിച്ചുപോയി. ജോസഫ് മരിച്ചുപോയി, ഹന്ന മരിച്ചുപോയി, ഇദ്ദേഹം മരിച്ചുപോയി, അല്ലെങ്കിൽ സ്നാപി യോഹന്നാൻ മരിച്ചുപോയി, അല്ലെ? അങ്ങനെ എത്രയോ വിശുദ്ധർ മരിച്ചുപോയി. തന്നെയുമല്ല, ക്രൂശിൽ കിടക്കുന്ന കള്ളനെ കുറിച്ച് പറയാതിരുന്നാൽ ഇവിടെ ഇതൊരു അഭംഗിയായി തീരും. നമുക്കതൊന്ന് വായിക്കാം. ലൂക്കോസ് എഴുതിയ സുവിശേഷം 23-ാം അധ്യായം 39 മുതൽ 43 വരെയുള്ള വാക്യങ്ങളിൽ വായിക്കാം. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 23-ാം അധ്യായം
39 മുതൽ 43 വരെയുള്ള വാക്യങ്ങൾ. തൂക്കിയ ദുഷ്പ്രവൃത്തിക്കാരിൽ ഒരുത്തൻ, നീ ക്രിസ്തു അല്ലയോ, നിന്നെ തന്നെയും ഞങ്ങളെയും രക്ഷിക്ക എന്ന് പറഞ്ഞ് അവനെ ദുഷിച്ചു. മറ്റവനോ അവനെ ശാസിച്ചു, സമശിക്ഷാവിധിയിൽ തന്നെ ആയിട്ടും നീ ദൈവത്തെ ഭയപ്പെടുന്നില്ലയോ? നാമോ ന്യായമായിട്ട് ശിക്ഷ അനുഭവിക്കുന്നു. നാം പ്രവർത്തിച്ചതിന് യോഗ്യമായതല്ലോ കിട്ടുന്നത്. ഇവനോ അരുതാത്തതൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. പിന്നെ അവൻ, യേശുവേ, നീ രാജത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ ഓർത്തുകൊള്ളണമേ എന്ന് പറഞ്ഞു. യേശു അവനോട്, ഇന്നു നീ എന്നോട് കൂടെ പറുദീസയിൽ ഇരിക്കും എന്ന് ഞാൻ സത്യമായി നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മൾ ഇപ്പോഴും അദ്ദേഹത്തെ വിളിക്കുന്നത് ക്രൂശിൽ കിടന്ന കള്ളൻ എന്നാണ്. പക്ഷേ ഈ കള്ളനും ഒരു മഹാഭാഗ്യം കിട്ടി. യേശു ക്രിസ്തുവിലൂടെ ഒരു നിത്യജീവൻ ലഭിക്കുവാനിടയായി തീർന്നു. അത് ക്രൂശിന് മുൻപോ ക്രൂശിന് ശേഷമോ, ആ ക്രൂശീകരണം കാണുവാനും അതിനോടനുബന്ധിച്ച് അവന്റെ ജീവൻ നിമിഷങ്ങൾക്കുള്ളിൽ മരിച്ചു പോകും. ആ സാഹചര്യത്തിൽ ചുറ്റും 2 കള്ളന്മാർ കിടക്കുകയാണ് ഇടത്തും വലത്തും. അതിൽ ഒരു കള്ളൻ പറയുകയാണ്, നിന്റെ ശക്തി നീ മശിക്കുകയാണെങ്കിൽ ഇവിടെ തെളിയിക്ക് എന്ന് പറഞ്ഞ് ദൈവത്തിന്റെ പരിശുദ്ധനെ വെല്ലുവിളിക്കുമ്പോൾ മറ്റവൻ അവനെ ശാസിച്ചുകൊണ്ട് പറയുകയാണ്, നമ്മൾ ശിക്ഷാർഹരായത് കൊണ്ടാണ് ഈ ശിക്ഷ അനുഭവിക്കുന്നത്. എന്നാൽ ഇവരോ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് ആ ക്രൂശിൽ കിടക്കുന്ന കള്ളൻ പറയുകയാണ്. എന്നിട്ട് കർത്താവിനോട് തിരിഞ്ഞൊരു വാക്ക് പറഞ്ഞു, കർത്താവേ, അങ്ങ് രാജത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും ഓർക്കണമേ എന്ന് ആ കള്ളൻ പറയുകയാണ്. പ്രൈസ് ദി ലോർഡ്. കർത്താവ് എന്താണ് പറഞ്ഞത്? യേശു അവരോട്, ഇന്ന് നീ എന്നോട് കൂടെ പറുദീസയിലിരിക്കും. ഇങ്ങനെ ഒരു ഭാഗ്യം ലഭിച്ച കള്ളൻ അല്ലേ? ഓ, ആ കള്ളന്റെ ആ മരണത്തിന് മുൻപുള്ള അവന്റെ ആ കർത്താവിനെ നോക്കിയപ്പോൾ, ആ മുഖത്തേക്ക് നോക്കിയപ്പോൾ, ക്രൂശിക്കപ്പെട്ട് കിടക്കുന്ന കർത്താവിന്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ ഒരു വാക്കുകൊണ്ട് പോലും അവിടെ അവൻ അനുഭവിക്കേണ്ട കഷ്ടമല്ല അനുഭവിച്ചതെങ്കിൽ പോലും ആ കള്ളനെ മാനസാന്തരപ്പെടുത്തിയ കർത്താവിന്റെ ക്രൂശിലെ ആ മരണം. ആ ക്രൂശിൽ കർത്താവ് കിടക്കുമ്പോൾ അവൻ ചോദിച്ചത് ഒന്നേ ഉള്ളൂ, കർത്താവേ, നീ രാജ്യം പ്രാപിച്ചു വരും. ആ രാജ്യം പ്രാപിച്ചു വരുമ്പോൾ എന്നെ ഒന്ന് ഓർക്കണമെന്ന ആ ക്രൂശിലെ കള്ളൻ പറഞ്ഞത്. പ്രൈസ് ദി ലോർഡ്. അവന് ഇത്രയും വലിയൊരു മഹാഭാഗ്യം ലഭിച്ചത്, അവന്റെ ആ ജീവിതത്തിലെ ഏറ്റവും വലിയ മഹാഭാഗ്യം. കർത്താവ് മറ്റൊന്നും പറയാതെ അവനോട് പറയുകയാണ്, ഇന്ന് നീ എന്നോട് കൂടെ പറുദീസയിലിരിക്കും. ആർക്കും ചോദിക്കാൻ കഴിയില്ല, ഇവരെ എന്തുകൊണ്ട് ഇവിടെ ഇരുത്തിയിരിക്കുന്നു എന്ന് കർത്താവിനോട് ആർക്കും ചോദിക്കാൻ കഴിയില്ല. കർത്താവ് വാക്ക് കൊടുത്തത്, നീ ഇന്ന് എന്നോടുകൂടെ പറുദീസയിലിരിക്കും. ചോദിക്കാൻ ചങ്കൂറ്റമുള്ളവൻ ചോദിക്കട്ടെ എന്നുള്ളൊരു ധ്വനിയും കൂടി എനിക്കത് മനസ്സിലാക്കിയെടുക്കാൻ സാധിച്ചു. കർത്താവ് കൊടുക്കുകയാണ് അവന് നിത്യജീവൻ. ഇന്ന് എന്നോട് കൂടെ നീ പറുദീസയിലിരിക്കും. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ ക്രൂശീകരണം കണ്ട് മരണത്തിന് മുൻപ് മരിച്ചുപോയ വിശുദ്ധന്മാർ ഇവരായിരിക്കാം, അല്ലെങ്കിൽ ഇവരാണ് എന്ന് തിരുവചനത്തിൽ തെളിവുണ്ട്. കർത്താവ് ഉയർത്തെഴുന്നേറ്റപ്പോൾ അനേകർ കല്ലറകളെ തുറന്ന് വിശുദ്ധന്മാർ പുനരുദ്ധാനം പ്രാപിച്ചു. ആദ്യ ഫലം, ഫസ്റ്റ് ഫ്രൂട്ട്സ് എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് ഇംഗ്ലീഷിൽ. ആദ്യ ഫലമായ ക്രിസ്തുവിനോടുകൂടെ ആദ്യ ഫലങ്ങളായി കർത്താവിന്റെ സന്നിധിയിൽ നീരാജനം ചെയ്യുവാൻ ആ വിശുദ്ധ ആത്മാക്കളെയും കൊണ്ടാണ് കർത്താവ് സ്വർഗത്തിൽ പിതാവിന്റെ അടുക്കലേക്ക് പോയത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഭാഗ്യം ലഭിച്ച ഒരു വലിയ മനുഷ്യനാണ് ഇന്നും ക്രൂശിൽ കിടക്കുന്ന കള്ളനെന്നാണ് നമ്മൾ പറയുന്നത് അല്ലേ? ഇന്ന് പറുദീസയിൽ കർത്താവിനോട് കൂടി ഇരിക്കുന്ന മനുഷ്യൻ. പ്രൈസ് ദി ലോർഡ്. നമുക്ക് 1-2 വാക്യങ്ങൾ കൂടി ഒന്ന് വായിക്കാം. അനേകം കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചു. കർത്താവ് വരും എന്ന് വിശ്വസിച്ച മരിച്ചുപോയ വിശുദ്ധർ, പ്രവാചകന്മാർ, കർത്താവിനെ കണ്ട് ക്രൂശിന് മുന്നും മരിച്ചുപോയ വിശുദ്ധന്മാർ. എന്നാൽ കർത്താവാണ് മശിഹയെന്നും ക്രൂശിലെ മരണം കണ്ടും അവിടെ നിൽക്കുന്ന ആ സദസ്സിൽ അനേകർ വാസ്തവത്തിൽ ഇവൻ ദൈവപുത്രനായിരുന്നു എന്ന് വിശ്വസിക്കുന്നവരുമുണ്ടായിരുന്നു. എന്നാൽ കർത്താവിന്റെ ക്രൂശിന് ശേഷം കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണ്. അനേകം വിശുദ്ധരും അത് വിശ്വസിച്ച് മരിച്ചുപോയി. എന്നാൽ ഇന്ന് 2024 വർഷങ്ങൾക്ക് ഇപ്പുറം, അല്ലെങ്കിൽ 2000 വർഷങ്ങൾക്ക് ഇപ്പുറം നാം നിൽക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു ക്രൂശിൽ നിവർത്തിച്ച ആ രക്ഷണ്യ പദ്ധതി അതിൽ വിശ്വസിക്കുകയാണെങ്കിൽ നമ്മുടെ പാപങ്ങളെ എഴുതി തള്ളിക്കൊണ്ട് നമുക്കൊരു സ്വർഗം തരും, സ്വർഗീയ പൗരത്വം തരുമെന്ന് പറയുന്ന സുവിശേഷം വിശ്വസിക്കുന്ന എനിക്കും നിങ്ങൾക്കുമാണ് അവരെക്കാളൊക്കെയും വലിയ പദവി ദൈവം തന്നിരിക്കുന്നത്. അതെന്ത് പദവിയാണ്? അവർക്കൊക്കെ പറുദീസയിൽ ഇരിക്കുവാൻ ഭാഗ്യം കൊടുത്തു, അല്ലെങ്കിൽ അവർക്കൊക്കെയും ഒരു ഉയർപ്പ് ദൈവം കൊടുത്തു. എന്നാൽ നമ്മെ എന്താക്കി തീർത്തു? ക്രിസ്തുവിന്റെ ശരീരമാക്കി തീർത്തു. ക്രിസ്തുവിന് കിട്ടേണ്ട മഹത്വത്തിന്റെ അവകാശികളാക്കി തീർത്തു. ആ ഒരു പദവിയാണ്
കൃപയുടെ സുവിശേഷത്തിലൂടെ മറ്റൊരു സുവിശേഷമില്ല. ഈ സുവിശേഷത്തിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സുവിശേഷം പറയുന്നവൻ ശപിക്കപ്പെട്ടവൻ എന്ന് പറയുന്ന ആ സുവിശേഷം, ഈ നിർമ്മല സുവിശേഷത്തിൽ വിശ്വസിക്കുന്നവർക്ക് ക്രിസ്തുവിന്റെ കൂട്ടവകാശം, സ്വർഗീയ പൗരത്വം, റാപ്ചർ തന്നെയുമല്ല, ഈ ലോകത്തെ ഭരിക്കുവാനുള്ള രാജകീയ പുരോഹിത അധികാരം, സ്വർഗത്തിൽ ദൈവത്തിന്റെ സിംഹാസനത്തിൽ നിന്നുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുവാനുള്ള അംഗീകാരം, അനുഗ്രഹം, നമുക്ക് ലഭിച്ചിരിക്കുന്ന മഹത്വം വർണ്ണിച്ചാൽ ഇനിയൊരു മണിക്കൂർ കൂടി പ്രസംഗിക്കേണ്ടതായി വരും. അതുകൊണ്ട് നമ്മുടെ വിഷയത്തിൽ നിന്നുകൊണ്ട് പ്രസംഗിക്കുകയാണ്. കർത്താവായ യേശു ക്രിസ്തുവിലൂടെ രക്ഷ പ്രാപിച്ചവർ, ഇതെല്ലാം പോട്ടെ, കർത്താവ് ഇന്ന് വന്ന റാപ്ചർ കഴിഞ്ഞാൽ ഇനി എങ്ങനെയാണ് ഈ ജാതീയ ലോകത്തിന് രക്ഷ? രക്ഷയുണ്ടോ? രക്ഷയുണ്ട്. പക്ഷേ മലയാളത്തിൽ എഴുതി പരീക്ഷ എഴുതി പാസ്സാവാൻ കഴിയാത്തവൻ ഇനി അറബിയിലും സ്പാനിഷിലും എഴുതി പാസ്സാക്കണമെന്ന് പറഞ്ഞാലുള്ള അത്രത്തോളം ബുദ്ധിമുട്ടാണ് ഇനി രക്ഷപ്പെടുവാനുള്ളത്. കാരണം ഈ ലോകത്ത് നമ്മുടെ റാപ്ചർ കഴിഞ്ഞാൽ 144,000 പേരെ മുദ്രയിട്ട് നിർത്തിവെച്ചിരിക്കുന്ന ദൈവരാജ്യ ശുശ്രൂഷ വീണ്ടും പുനരാരംഭിക്കും. അന്ന് 12 പേരിലൂടെയാണ് ദൈവം ചെയ്തതെങ്കിൽ ഇന്നിതാ ഓരോ ഗോത്രത്തിൽ നിന്ന് 12,000 പേരെ വെച്ച് വിളിച്ചു വേർതിരിച്ച് ലോകത്തിൽ മുഴുവനും സുവിശേഷം അറിയിക്കുകയാണ്. തന്നെയുമല്ല, ജെറുസലേമിൽ 2 സാക്ഷികൾ, ഒന്ന് വീണ്ടും യേശു തന്നെ മശികയെന്നും നിങ്ങൾ മാനസാന്തരപ്പെട്ട് മടങ്ങി വരണമെന്നും പറയും. എന്നാൽ അവരെയൊക്കെയും എതിർത്തും തിരസ്കരിച്ചും ലോകം മുന്നോട്ട് പോകും. ലോകത്തിൽ പിന്നീട് ന്യായവിധികൾ നടക്കും, ലോകമഹായുദ്ധങ്ങൾ ഉണ്ടാകും. അങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ അനേകർ ദൈവത്തെ ദുഷിക്കും. എന്നാൽ ഒരു ചെറിയ കൂട്ടം ജനം ദൈവത്തെ മഹത്വപ്പെടുത്തും. ഇവിടെ പറയുകയാണ്, വെളിപ്പാട് പുസ്തകം 11:13 ആ നാഴികയിൽ വലിയൊരു ഭൂകമ്പമുണ്ടായി, നഗരത്തിൽ 10-1 ഇടിഞ്ഞു വീണു, ഭൂകമ്പത്തിൽ 7,000 പേർ മരിച്ചുപോയി, ശേഷിച്ചവർ ഭയപരവശരായി, സ്വർഗത്തിലെ ദൈവത്തിന് മഹത്വം കൊടുത്തു. അപ്പോൾ ചിലർ സ്വർഗത്തിലെ ദൈവത്തിന് മഹത്വം കൊടുക്കും, ചിലർ മൃഗത്തിന്റെ സംഖ്യയോട് ജയിക്കും. അത് ചിലർ മാത്രമാണ്. വളരെ നാമമായ ചുരുക്കം പേരാണ് അങ്ങനെ രക്ഷിക്കപ്പെടുന്നത്. 3-1 മരിക്കുന്ന മഹായുദ്ധം വരുന്നു, പകർച്ചവ്യാധികൾ വരുന്നു, ക്ഷാമം വരുന്നു, യുദ്ധങ്ങൾ വരുന്നു, വെട്ടുകിളികൾ വരുന്നു. ഇങ്ങനെ ഭൂമിയിൽ ഓരോരോ ശല്യങ്ങൾ കൂടി വന്ന് ഇതിന് നടുവിലൊക്കെയും ദൈവത്തെ അറിയാനുള്ളൊരു ശേഷിപ്പ് ദൈവത്തെ അറിയുമ്പോൾ ഭൂരിഭാഗം പേരും ദൈവത്തെ തിരസ്കരിച്ച് നാശയോഗ്യരായി തീരും. മനസ്സിലായോ? കാര്യങ്ങൾ ഇനി തുടർന്നുള്ള കാര്യങ്ങൾ നമുക്ക് അടുത്ത ദിവസം ചിന്തിക്കാം. പ്രിയമുള്ളവരെ, നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന ക്രിസ്തുവിലൂടെയുള്ള രക്ഷയാണ് നമ്മളെ സംബന്ധിച്ച് ഏറ്റവും വലിയ കാര്യമായിരിക്കുന്നത്. ആ ക്രൂശിൽ കിടന്ന കള്ളന് ലോട്ടറി അടിച്ചതുപോലെ ഇന്ന് നമുക്കും ഒരു ലോട്ടറി അടിച്ചിരിക്കുകയാണ്. കർത്താവ് യേശു ക്രിസ്തുവിന്റെ ക്രൂശിൽ വിശ്വസിച്ച് രക്ഷിക്കപ്പെടാനും കർത്താവ് നമുക്ക് തരുന്ന നിത്യാനന്ദത്തിലേക്ക് കടക്കുവാനും നിത്യജീവനിലേക്ക് പോകുവാനും ദൈവം ഇതാ വലിയൊരു അവസരം തന്നിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ദയവായി കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവിന്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. എന്റെ ചാരത്തും ദൂരത്തുമായി കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഇന്ന് എന്ന് പറയുന്ന ദിവസം നമുക്ക് ലഭിച്ചിരിക്കുന്ന ദൈവകൃപയെ വ്യർത്ഥമാക്കാതെ ഈ സത്യത്തിൽ വിശ്വസിച്ചാൽ, ഇടം വലം തിരിയാതെ കൃത്യമായ വചനത്തെ പഠിച്ച് അതിൽ നമുക്ക് ലഭിക്കുന്ന പ്രത്യാശയിൽ ഉറച്ചു നിന്നാൽ, ഈ പറയുന്ന സംഭവം അധികം നാളുകൾ താമസമില്ല. നമ്മുടെ കർത്താവ് മധ്യാകാശത്തിൽ വരും. പറഞ്ഞത് ദൈവം നിവർത്തിച്ചുകൊണ്ട് നമ്മൾ കാത്തിരിക്കുന്ന ഒരു ദിവസം, കർത്താവിന്റെ മധ്യാകാശ വരവ് ഉടൻ സംഭവിക്കാൻ പോകുകയാണ്. അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് പോലെ മറ്റൊരു സുവിശേഷമില്ല. രക്ഷിക്കപ്പെടുവാൻ ഇന്ന് കൃപയുടെ സുവിശേഷം മാത്രമേ ഉള്ളൂ. അതിലൂടെ നാം രക്ഷിക്കപ്പെട്ടുകൊള്ളണം. മറ്റെന്തെങ്കിലും അനുഷ്ഠിച്ചാൽ രക്ഷയുണ്ടായിരുന്നെങ്കിൽ പൗലോസ് ഇങ്ങനെ പറയില്ലായിരുന്നു. മറ്റെന്തെങ്കിലും കർമാചാരങ്ങളോ പ്രത്യേക ദിവസമോ ആചരിച്ചെങ്കിൽ അങ്ങനെ രക്ഷപ്പെടാൻ കഴിയുമായിരുന്നുവെങ്കിൽ പൗലോസ് ഇത്ര കണിശത പറയുകയുമേ ഇല്ലായിരുന്നു. എന്നാൽ പൗലോസ് പറയുകയാണ്, ഞാൻ അപ്പോസ്തലനായിരിക്കുന്നത് പിതാവായ ദൈവത്താലും പുത്രനായ ക്രിസ്തുവിനാലുമാണ്. എനിക്ക് ലഭിച്ചത് മനുഷ്യരെന്നെ പഠിപ്പിച്ചതല്ല, ക്രിസ്തുയേശുവിന്റെ വെളിപ്പാടുകൾ അത്രേ ഞാൻ പ്രാപിച്ചത്. എനിക്ക് ലഭിച്ചത് എന്താണ്? അനാദികാലം മുതലേ മറഞ്ഞിരുന്നൊരു മാർമിക സത്യമാണ്. അത് മുൻ തലമുറകൾക്കും മറവായിരുന്നു. എന്നാൽ ഇപ്പോഴോ ദൈവം അത് വെളിപ്പെടുത്തിയിരിക്കുന്നു. അതിലൂടെയുള്ള സുവിശേഷം വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ടാൽ നമുക്ക് നിത്യജീവൻ പ്രാപിക്കാൻ കഴിയും. ഏറ്റവും വലിയൊരു പദവിയിലേക്ക് സ്വർഗീയ പൗരന്മാരായി മാറ്റപ്പെടുവാനിടയായി തീരും. അതും ചുരുങ്ങിയ കാലത്തേക്കല്ല, 5 വർഷത്തേക്കോ 10 വർഷത്തേക്കോ അല്ല. നിത്യമായി ദൈവത്തോടുകൂടെ രാജകീയ പുരോഹിതന്മാരായി ജീവിക്കുവാൻ
ദൈവത്തിന്റെ മഹത്വം കണ്ട് ജീവിക്കുവാനുള്ള ആ അസുലഭമായിട്ടുള്ള അവസരമാണ് ഈ കൃപയുടെ സുവിശേഷത്തിലൂടെ നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അതിനുവേണ്ടി നമുക്ക് ഒരുങ്ങാം. ദൈവമായ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.